എല്ലാവർക്കും നമസ്കാരം. പഴനിമലയിലാണ്. ഈ ഒരു വെക്കേഷൻ ടൈം വരുമ്പോൾ നല്ല ചൂട് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഞാൻ എനിക്ക് തോന്നുന്നു 2 വർഷമായി പഴനിയിൽ വന്നിട്ട്. അപ്പോൾ വന്നതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വൈകുന്നേരത്തോടു കൂടെയാണ് ഞങ്ങളിവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ വെയിലിനും ചൂടിനും കുറച്ച് കുറവുണ്ടായിരുന്നു. അങ്ങനെ മല കയറി. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇപ്പം മൊബൈൽ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. സേഫായിട്ട് വെക്കാനുള്ള ഒരുപാട് കൗണ്ടേഴ്സ് താഴെയുണ്ട്. ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഫോൺ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ മുകളിലേക്ക് കടത്തി വിടുന്നുള്ളൂ കേട്ടോ. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ 10 രൂപയുടെയും 100 രൂപയുടെയും ടിക്കറ്റ് ഉണ്ട്. 10 രൂപ നമുക്കറിയാലോ, അത് ഒരുപാട് നേരം നിൽക്കേണ്ടി വരും. 100 രൂപ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ കാശ് കൊടുത്തിട്ട് തന്നെ തൊഴാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതല്ല. അപ്പോൾ ഈ ഒരു തിരക്കുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെ എടുക്കുന്നതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. മല കയറാനും ഇറങ്ങാനും 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നടക്കാം, അല്ലെങ്കിൽ റോപ്പ് ഉണ്ട്, വിഞ്ചുണ്ട്. ഈ റോപ്പും വിഞ്ചും ഒക്കെ ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. നടന്നിട്ടാണ് കയറണ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ മാക്സിമം 1/2 മണിക്കൂർ. ഞങ്ങൾ അങ്ങോട്ട് നടന്നും ഇങ്ങോട്ട് വിഞ്ചിലാണ് കേട്ടോ വന്നത്. വിഞ്ചിലെ ടിക്കറ്റ് ഒരാൾക്ക് എന്ന് പറയുന്നത് 30 രൂപയാണ്. അതെടുത്തു. വലിയ തിരക്ക് ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം രാജാവിന്റെ അലങ്കാരത്തിലാണ് കേട്ടോ ഭഗവാനെ കാണാൻ പറ്റാം. തങ്കത്തേരിന്റെ സമയം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. രാത്രി 7 മണിയാണ്. പിന്നെ മധുരം ഇഷ്ടമുള്ളവർക്ക് പ്രസാദം ഒരുപാട് വാങ്ങാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വിലയില്ല. ഈ കാണുന്ന ബോട്ടിലിന് വെറും 40 രൂപയേ ഉള്ളൂ. പിന്നെ തല മുട്ട അടിക്കാൻ വരുന്നവരും അതും ഇവിടെ അതിന് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഷ്ടം പോലെ അതും ചെയ്യാനായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. ദേവസ്വത്തിൻ്റെ ആയാലും പ്രൈവറ്റ് ആയിട്ടായാലും അങ്ങനെ എല്ലാം. അപ്പോൾ എന്തായാലും ഈ അപ്ഡേറ്റ്സ് പറഞ്ഞുകൊണ്ട് പഴനിമലയിൽ നിന്ന് ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.